നമസ്കാരം. ഇറാനിൽ അവരുടെ ദേശീയ സുരക്ഷാ മേധാവിയായിരുന്ന അലി ലാരിജാനിയുടെ വധത്തോടെ ഇനി അങ്ങോട്ട് ഇറാനിൽ ആരായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളൊരു ചോദ്യമായിരുന്നു. പ്രമുഖ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇറാനിൽ സംഭവിക്കാൻ പോകുന്നത് നാഥൻലാ കളരി എന്നുള്ള അവസ്ഥയായിരിക്കുമെന്നാണ്. ലാരിജാനി ആകട്ടെ അയത്തുള്ള അലി ഖമേനിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു എന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള പദവി തന്നെയാണ് എല്ലാ കാലത്തും അദ്ദേഹത്തിന് ഇറാൻ നൽകിയിരുന്നത്. വിവിധ ലോകരാഷ്ട്രങ്ങളുമായുള്ള ചർച്ചകളിലൊക്കെ തന്നെ അദ്ദേഹമാണ് പങ്കെടുക്കുമായിരുന്നത്. ലാരിജാനി തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നിരന്തരം ചർച്ച നടത്തുകയും ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ പ്രധാന ചുമതല വഹിക്കുകയും ചെയ്തിരുന്നത്. അയത്തുള്ള അലി ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതൽ ആത്മീയ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇറാൻ്റെ സൈനികപരവും മറ്റ് സാമ്പത്തികവുമായ കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നതിനായി അദ്ദേഹം നിയോഗിച്ചിരുന്നത് ലാരിജാനി തന്നെയായിരുന്നു. അതേസമയം ലാരിജാനി ആകട്ടെ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒരാൾ തന്നെയായിരുന്നു. 2006 രണ്ടാം ലെബനൻ യുദ്ധത്തിനിടയാക്കിയ സാഹചര്യത്തിൽ അന്ന് ഇസ്രായേലി സൈനികരെ ഹിസ്ബുള്ള തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രുള്ളയ്ക്ക് ഇത് സംബന്ധിച്ച കൃത്യമായ ഉപദേശം നൽകുന്നതിന് വേണ്ടി ലാരിജാനി അന്ന് ലെബനനിൽ പോയി ചർച്ച നടത്തിയിരുന്നു എന്ന് പലവട്ടം ഇസ്രായേൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അയത്തുള്ള അലി ഖമേനിക്കൊപ്പം ലാരിജാനിയെയും അവർ എല്ലാ കാലത്തും ലക്ഷ്യമിട്ടിരുന്നു. ലാരിജാനി ഒരിക്കൽ ഇറാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി പാശ്ചാത്യ രീതിയിലാണെന്നും അദ്ദേഹത്തിൻ്റെ പല നടപടികളിലും സംശയമുണ്ട് എന്നും വ്യാപകമായി അവിടുത്തെ രാഷ്ട്രീയ എതിരാളികൾ പ്രചരിപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായി ഇറാനിൽ കഴിഞ്ഞ ജനുവരിയിൽ അവിടുത്തെ ജനങ്ങൾ നടത്തിയ വലിയൊരു പ്രക്ഷോഭമുണ്ടായിരുന്നു. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ ജനകീയ പോരാട്ടം. ഇത് ക്രൂരമായി അടിച്ചമർത്തുന്നതിന് നേതൃത്വം നൽകിയത്, അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയത് ലാരിജാനി തന്നെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ സാധാരണക്കാരായ വലിയൊരു വിഭാഗം ജനങ്ങൾ എല്ലാ കാലത്തും ലാരിജാനിയെ ആശങ്കയോടുകൂടി അല്ലെങ്കിൽ ഭീതിയോടുകൂടി തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം അയത്തുള്ള അലി ഖമേനിക്ക് എല്ലാ കാര്യങ്ങളിലും ഉപദേശം കൊടുത്ത് തങ്ങളുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നതിന് നേതൃത്വം നൽകുന്ന ആളാണ് ലാരിജാനി എന്നാണ് അവിടുത്തെ ഒരു വലിയ വിഭാഗം പ്രതിപക്ഷ കക്ഷികൾ വിശ്വസിച്ചിരുന്നത്. മാത്രമല്ല അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടുന്ന ഒരു സ്വഭാവക്കാരൻ കൂടിയായിരുന്നു. ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്താൻ ഇവരുടെ പ്രോക്സി സംഘടനകളായ ഹിസ്ബുള്ളയും അതുപോലെ ഹൂത്തിയുമതരെയും ഹമാസിനെ എല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ അവർക്ക് സഹായങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ പ്രധാന പങ്ക് വഹിച്ചയാളും ഈ ലാരിജാനി തന്നെയായിരുന്നു. ഏതായാലും ഈ ലാരിജാനിയുടെ വധത്തോടുകൂടി ഇനി അങ്ങോട്ട് ആരാണ് ഇറാനെ നയിക്കുക എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇറാനിലെ പരമോന്നത നേതാവായി അയത്തുള്ള അലി ഖമേനിയുടെ മകനായ മുജ്തബ ഖമേനിയെ നിയോഗിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിൽ പോലും ഈ മുജ്തബ ഖമേനി ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ മോസ്കോയിൽ ചികിത്സ കഴിയുകയാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഇപ്പോൾ കോമ സ്റ്റേജിലാണെന്നും എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൊണ്ട് അദ്ദേഹത്തിന് ഒരു ധാരണയും ഇല്ലെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇറാനിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആരായിരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നുള്ള ചോദ്യമുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയുമായി നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാനായി ഏതെങ്കിലും രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമത്തിനായി വരികയാണെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ട വ്യക്തിയും ലാരിജാനി തന്നെയായിരുന്നു. പക്ഷേ ഇനി ലാരിജാനി ഇല്ല ജീവനോടെ എന്നുള്ള കാര്യം ഇറാൻ പോലും സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഒരുപക്ഷെ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ നാളെ ഒരു മധ്യശ്രമം നടത്തി നോക്കാമെന്ന് കരുതിയാൽ പോലും അത് അസാധ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലാരിജാനിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളൊക്കെ തന്നെ വധിച്ചിരിക്കുന്നത്. അയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ലാരിജാനി ലക്ഷ്യമിട്ട് ഇസ്രായേൽ അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഇത് നന്നായി അറിയാമായിരുന്ന ലാരിജാനി ആകട്ടെ തൻ്റെ താവളങ്ങൾ മാറി മാറി താമസിക്കുകയായിരുന്നു. സ്ഥിരം അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലേക്ക് മാറി മാറി താമസിച്ചിട്ട് പോലും ഒടുവിൽ ടെൻറ്റിലാണ് താമസിച്ചിരുന്നവരും പറയപ്പെടുന്നുണ്ട്. അതുപോലും കണ്ടുപിടിക്കാൻ ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴും ഇറാൻ ജനതയെ അമ്പരപ്പിക്കുന്നത്. കൃത്യമായും അദ്ദേഹത്തെ ആക്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന സൈന്യത്തിൻ്റെ മേധാവി എല്ലാവരെയും കൂട്ടത്തോടുകൂടി കൊല്ലാൻ അതോടുകൂടി ഇറാൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ആളുകളെ മുഴുവൻ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട നേട്ടമായി ഇസ്രായേൽ കണക്കാക്കുന്നുണ്ട്. കാരണം ആദ്യഘട്ടം തന്നെ അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള നേതാക്കളെ കൊന്നു. രണ്ടാം ഘട്ടത്തിൽ ഇറാനിലെ ശരിക്കും രണ്ടാമനായ അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ പോലും പ്രസിഡന്റിന് അവിടെ യാതൊരു അധികാരവുമില്ലാത്ത അവസ്ഥയാണ്. ഇറാനിലെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് പരമോന്നത നേതാവായ വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഇറാന് വലിയ തോതിലുള്ള തിരിച്ചടിയായി ഈ ഒരു ലാരിജാനിയുടെ വധം മാറുമെന്നും വലിയ താമസമില്ലാതെ തന്നെ യുദ്ധത്തിന് വിരാമമാകുമെന്നുമാണ് പലരും കരുതുന്നത്. കാരണം നേതാവില്ലാതെ പടനയിക്കാൻ ആളില്ലാതെ എങ്ങനെയാണ് ഇറാൻ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ലാരിജാനിയെ പോലെ അതിശക്തനായ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് എല്ലാ കാര്യങ്ങളും എല്ലാവരും ഉപദേശിക്കാൻ തക്ക ശേഷിയുണ്ടായിരുന്ന, എന്തിനേറെ ഖമേനി പോലും ഉപദേശിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്
ഇതോടുകൂടി ഇല്ലാതാകുന്നത് എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. അതേസമയം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ലജറാനിയുടെ വധം ഒരു വലിയ നേട്ടമായി തന്നെ അവർ കണക്കാക്കുന്നത്. ഏതായാലും ഇറാനും അദ്ദേഹം കൊല്ലപ്പെട്ടതായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്.